അപ്പോൾ എക്സലൻറ്റ് ഫാഷനാണ്. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായപ്പോൾ നമുക്കിപ്പോൾ ഫുൾ വീഡിയോ ഇടയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൾട്ടർ നെക്ക് ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. കിഡ്സിൻ്റെയാണ്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊണ്ടുവന്ന അളവിതാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ നമ്മുടെ കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി മെഷീനിൽ ചെയ്ത വർക്കാണ്. നെക്കെല്ലാം സ്കാലപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ഒരു പവർ സ്കർട്ടിന് വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോൾ ആ ബ്ലൗസാണ് നമുക്കിപ്പോൾ അളവിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് വീഡിയോ അന്നിടാൻ ഞങ്ങൾ മറന്നുപോയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അതും കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഹാൾട്ടർ നെക്ക് ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ അളവിതാണ്. അപ്പോൾ നമുക്ക് അളവ് എഴുതി വെച്ചതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ കിട്ടിയ ബ്ലൗസിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് നോക്കുക. ഷോൾഡർ ടു ഫുൾ ലെങ്ത് അല്ലേ? ഫുൾ ലെങ്ത് ഇവിടെ വന്നിരിക്കുന്നത് 12. അപ്പം ഞാൻ അതൊന്ന് നോട്ട് ചെയ്തിട്ടാണ്. അപ്പം ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് വണ്ണവും 12 ഇഞ്ചാണ്. ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് വിട്ട് വന്നിരിക്കുന്നതും 12 ഇഞ്ച് തന്നെയാണ്. അപ്പം ബാക്കി നമുക്ക് ഇപ്പം വേണ്ട. അപ്പം നമുക്ക് ഇത്രയും നോക്കി വെച്ച് നമുക്ക് തുണിയൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ബ്ലൗസ് ഹാൾട്ടർ നെക്ക് ബ്ലൗസ് ചെയ്യാൻ വേണ്ടി ഞാൻ തുണി ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തുണി അല്പം കൂടുതലുണ്ട്. നമുക്ക് ഈ ബ്ലൗസ് ചെയ്യാൻ, കിഡ്സിൻ്റെ ചെയ്യാൻ വേണ്ടി നമുക്ക് 1/2 മീറ്റർ തുണിയുടെ ആവശ്യം പോലും ഇല്ല. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ബാക്ക് ഹൂക്ക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ചെയ്യണമല്ലേ. ഇപ്പം ഞാനിതാ ഇവിടെ ഒരുമിച്ച് ഞാൻ ഇടാൻ പോവുകയാണ്. ഞാൻ തുണി ഒരുമിച്ചിട്ട് ചെയ്യണം. ആരെങ്കിലും സെപ്പറേറ്റ് വ്യക്തമായിട്ട് ലോങ് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നെങ്കിൽ ഞാൻ ചെയ്യാം. ഇത് ലോങ് വീഡിയോ അല്ല, എന്നാൽ ഒരുപാട് ലെങ്തിൽ ഇടുന്നില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മളിത് ബാക്ക് പാർട്ടാണ്. ബാക്കാണ് ഹൂക്ക് വരുന്നത്. അപ്പോൾ ഹൂക്കിന് വേണ്ടി നമ്മൾ എന്താണ്, ഓപ്പൺ സൈഡ് വേണം. അപ്പോൾ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്ത്, ഫോൾഡിങ് സൈഡ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടും ശ്രദ്ധിക്കണം. ബാക്ക് പാർട്ടിന് ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തും, അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും ഞാൻ ഒരുമിച്ച് ഇപ്പോൾ ചെയ്യാൻ പോവേണേ. ലൈനിങ് അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും ഓപ്പൺ സൈഡാണ് നമ്മൾ ഇവിടെ വയ്ക്കുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൽ നമ്മൾ എന്താണ്, നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിലെ ഓപ്പൺ സൈഡിലെ ഒരു 1/2 ഇഞ്ച് എന്താണ് നമ്മൾ തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഫ്രണ്ട് സൈഡിനാണ്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഫോൾഡിങ് സൈഡ് നമ്മുടെ വശത്തും ഓപ്പണിങ് സൈഡ് നമുക്ക് ഓപ്പോസിറ്റായിട്ടും തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഇതാ ഇവിടെ ഈ ലൈൻ വരച്ച ഈ ഭാഗത്താണ് അത് വെക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് ഇത്രയും നമുക്ക് നീങ്ങി നിൽക്കും. അതിന് ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് ചെയ്യണേ. ലൈനിങ്ങും കൂടെ ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നേരെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് നമുക്ക് ആവശ്യം 12 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് താഴ്ഭാഗത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ചും മേളിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഈ തുണി തന്നെയാണ് നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരു തുണി വെച്ച് മറിച്ചടിക്കുന്നതല്ല. അപ്പം അടുത്ത് നമുക്ക് നോക്കാം. ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ 4.5 ഇഞ്ചാണ് ഷോൾഡർ വിട്ട് കൊടുക്കുന്നത്. ആം ഹോളും അതുപോലെ തന്നെ 4.5 ആം ഹോളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നെക്കിന് ഇവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 1 ഇഞ്ച് താഴോട്ട് കൊടുത്ത് ആ 1 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ക്വയറായിട്ട് ഒന്ന് വരയ്ക്കുക. സ്ക്വയർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചിടുക.
നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നത് ഇവിടെ 2.5 കൊടുത്തു. അപ്പോൾ ഒരു 1/2 ഇഞ്ച് താത്ത്, ഒരു 3 ഇഞ്ച്, കുറച്ചുകൂടെ താത്ത് വരുമ്പോൾ ഒരു 3.5, 4 ഇഞ്ച്, ഇവിടെ വരുമ്പോൾ 4.5. അപ്പം ഇതുപോലെയാണ് ഇനി വരച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിവിടെ ആം ഹോൾ ലെങ്ത് വരച്ച് നമ്മളല്ലാതെ സാധാരണ വെട്ടുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ചും ബാക്ക് 1.5 ഇഞ്ചും കട്ട് ചെയ്യും. അതുപോലെയല്ല, ഇവിടെ നമ്മൾ നെക്ക് പാർട്ട് കട്ട് ചെയ്ത അവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതം ആഡ് ചെയ്ത് വന്ന് ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. ചെസ്റ്റ് നമ്മൾ ഇവിടെ 12 ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? 12 ഞാൻ ഫ്രണ്ട് മാത്രമായിട്ട് പറഞ്ഞാൽ 12 24 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ എത്ര വരും? 6 അല്ലേ? 6 ഇഞ്ച് നമുക്ക് നമ്മളെ സ്റ്റിച്ചിങ് ലൈനും ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇടും അല്ലേ, സീം ലൈൻസായിട്ട്. അടുത്തതിൻ്റെ ഷേപ്പ് വരുന്നത് നമുക്ക് 5.5 ഇഞ്ചാണ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയും നമുക്ക് 12 വരുന്നത്. അപ്പം നമുക്ക് 6, 1.5 ഇഞ്ച് സീം ലൈൻസ് കൊടുത്ത് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണേയും കൂടെ ആഡ് ചെയ്യാം. കാരണം വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോവാം. കണ്ടോ, ഇതുപോലെയാണ് കണ്ടോ പാറ്റേൺ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിക്കുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല വശം അകത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ആം ഹോൾ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതാണ്ടോ നല്ല വശം അകത്താക്കി നമ്മളിതാ ഇത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ലൈനിങ്ങും ഒരുമിച്ച് ചെയ്തെടുക്കണേ. രണ്ട് സൈഡ് ഒരേ സ്പേസിൽ വരണേ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ വരുന്നിടത്തൊക്കെ നമുക്കെന്താണ് ചെറിയ ഒരു കട്ട് കൊടുക്കാം. കാരണം നമുക്ക് നല്ല ഭംഗിയായിട്ട് മടങ്ങി വരാൻ വേണ്ടിയാണ്. നമുക്ക് തുണി തിരിച്ചെടുക്കുകയാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു പ്രസ് അടിയൂടെ കൊടുക്കാം. കണ്ടോ, അങ്ങനെ ആ കട്ട് കൊടുക്കുമ്പോൾ ഒരു വളവും ഇല്ലാതെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഒരടി കൂടെ കൊടുക്കുക. ഒരു പ്രസ് അടിയാണ് കൊടുക്കുന്നത്. ഇത് കൂടുതലും കിഡ്സിനൊക്കെ സ്കേർട്ടിൻ്റെ കൂടെയാണ് ഈ ബ്ലൗസ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
വീഡിയോ ഇട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബ്ലൗസാണ്. നമുക്ക് ഈ താഴ്ഭാഗവും കൂടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് നമ്മൾ ഹൂക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഓപ്പണിങ് സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അതും ലൈനിങ് ഒന്ന് സെപ്പറേറ്റ് തന്നെ എടുക്കുകയാണ്. അപ്പം രണ്ട് സൈഡിൻ്റെയും ബാക്ക് ലൈനിങ്ങായി ഇതും ഇതുപോലെ തന്നെയാണ്. നല്ല വശം അകത്താക്കി ഇവിടെ രണ്ട് സൈഡ് നമുക്ക് ആം ഹോൾ രണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ ആം ഹോൾ രണ്ടും നമ്മൾ ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാം, നമുക്കിവിടെ ഓപ്പണിങ് സൈഡാണല്ലേ. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഹൂക്ക് വെക്കാൻ വേണ്ടിയുള്ള ഹൂക്ക് പട്ടയും ഒരു സൈഡ് നമ്മൾ ഐപ്പട്ടയും വെക്കണം. അപ്പോൾ ഈ സൈഡിലാണ് നമ്മളെന്താണ് ഹൂക്ക് വെക്കാൻ വേണ്ടി ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഞാൻ 2 ഇഞ്ച് വീതിക്ക് എടുത്തിട്ടുണ്ട്. ഇത് സെയിം ലെങ്ത് മതി. അതുപോലെ തന്നെ ഐപ്പട്ടയ്ക്ക് വേണ്ടി ഞാൻ 4 ഇഞ്ച് വീതിക്ക്, നമ്മൾ ഐപ്പട്ട പുറത്ത് തിരിച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നല്ല തുണിയുടെ അതേ തുണി തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. ഹൂക്ക് പട്ട വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഇഞ്ച് ഈ തുണിയെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ താഴേറ്റം വരെ ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇത് തിരിച്ചൊന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ തേച്ചതിന് ശേഷം ഇതിനെ മടക്കി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒരു പ്രസ് അടി കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡബിളായിട്ടിട്ട് പ്രസ് അടി അടിച്ച് നമുക്ക് മറു സൈഡും ഇത്രയും ഓപ്പണിംഗ് ആയിട്ട് കിടക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഹൂക്ക് പട്ടയായി. ഇനി ഇവിടെയാണ് നമ്മൾ ഹൂക്ക് വയ്ക്കുന്നത്, ഇവിടെയാണ്. ഇനി ഇതിൽ നമുക്ക് ഐപ്പട്ട വയ്ക്കാം. ഐപ്പട്ട വയ്ക്കുമ്പോൾ നമ്മളിതിനെ 4 ഇഞ്ചാണല്ലേ, ഇതിനെ രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വെച്ചത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വെച്ച്, എന്നാൽ ഇത് ഐപ്പട്ട വയ്ക്കുന്നത് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വയ്ക്കുന്നത്. ബാക്ക് സൈഡിൽ വെച്ച് ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഒരു പ്രസ് അടി ഇവിടെ കൊടുക്കാം. ഈ പ്രസ് അടി കൊടുക്കുമ്പോൾ ഈ നമ്മൾ അടിച്ച ഈ തയ്യൽ തുമ്പ് പുറത്ത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നമ്മൾ അടിയിൽ നിന്ന് അത് തിരിച്ച് ഇപ്പുറത്തെ ഈ സൈഡിലോട്ടാക്കി വെച്ചേക്കണം. നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു അടി അടിച്ചത്. കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമ്മൾ ഇതിനെ ഈ തയ്യലിൻ്റെ കുറച്ച് അല്പം ഫ്രണ്ടിലോട്ട് ഇതിങ്ങനെ വയ്ക്കും. ഒന്ന് സ്റ്റിച്ചിട്ട് നമുക്ക് ഒരു അല്പം താഴോട്ട് പോയിട്ടാണ് ഞാൻ ഇതിൽ മേളിൽ തയ്ക്കുന്ന ഐ വയ്ക്കും. അത് കഴിയുമ്പോൾ ഞാൻ എന്താണ്, ഇതിൽ തന്നെ നമുക്ക് ആ ഐ വെച്ചാലും മതി, അല്ല എങ്കിൽ ഇതുപോലെ നമ്മൾ ഹൂക്കിന് വേണ്ടി ഐ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ, അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഐ തയ്ച്ചിട്ട് വരാം.
ബാക്ക് ഹൂക്കിൻ്റെ ഐയൊക്കെ വെക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് സ്പേസ് ഇട്ട് ഐ വെക്കണം. ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് വീണ്ടും സ്പേസ് കൂട്ടി ബാക്കിൽ വെക്കുമ്പോൾ ഹൂക്ക് എപ്പോഴും നമ്മൾ നീങ്ങിയിരുന്ന് അത് ഇട വരാതിരിക്കാൻ വേണ്ടിയാണ് അല്പം അടുത്തടുത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ സ്പേസൊക്കെ കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ചിട്ട് വരാം. ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം താഴ്ഭാഗം കൊടുക്കുമ്പോൾ 2 നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഫോൾഡ് ചെയ്യാൻ 1/2 ഇഞ്ച് വെച്ച് 2 ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. നമുക്കിനി ആ പീസ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തരാം. അപ്പോൾ ഇതതിൻ്റെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് നമ്മൾ ഹൂക്ക് പട്ടയും ഐപ്പട്ടയൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കണ്ടോ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഐയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാണാമോ അല്ലേ? ഐയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിനെ ഇതുപോലെ വെക്കുകയാണ്. താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. 2 പീസും തിരിച്ചാണ് വെക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് അടിക്കാം. അപ്പം ചെസ്റ്റ് റൗണ്ട് എനിക്ക് വേണ്ടത് 12 ആണ്. 12 1 2 3 4 എന്നല്ലേ. അപ്പം നമ്മൾ ഇന്നലെ തയ്യൽ തുമ്പിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ 12 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 11 ആണ്. നമ്മൾ ഇതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതാ ഇവിടെ റെഡി അടിച്ചിട്ടുണ്ട്. അല്ലേ, മൂത്ത് നോക്കുമ്പോൾ കണ്ടോ. ഇനി നമുക്കിതിൽ ആവശ്യം നമുക്ക് നെക്ക്, അത് മാത്രം നമുക്ക് അറ്റാച്ച് ചെയ്താൽ മതിയല്ലേ. ഇപ്പം നെക്ക് കൊടുക്കാം. ഇനി നെക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ചില കുട്ടികൾക്ക് കഴുത്തെന്താണ് ചുറ്റളവ് കൂടുതൽ വേണം നെക്കിൻ്റെ, ചിലർക്ക് കുറച്ച് മതി അല്ലേ. എനിക്കിവിടെ വന്നിരിക്കുന്നത് കഴുത്തളവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കഴുത്തിൻ്റെ ചുറ്റളവ് 12 ആണ് കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്കൊരു പീസ് തുണി എടുക്കാം. നെക്ക് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ 12 ഇഞ്ച് നീളം, നമുക്ക് നീളമാണ് എടുക്കേണ്ടത്. അപ്പം തയ്യൽ തുമ്പ് 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടി 1/4 ഇഞ്ച് വെച്ച് ഞാൻ 12.5യും 2.5 ഇഞ്ച് വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി എങ്ങനെയാണ് നെക്കിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനെ വീണ്ടും 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തോളണം. 12 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. ബാക്കി നമ്മൾ സ്റ്റിച്ചിങ് തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പം ആ 12ൽ 6ൽ തന്നെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റും സൈഡ് അടക്കി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഇതാ മൂത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാ 1 2 3 അല്ലേ, കാണാമോ? വൈറ്റ് ആയതുകൊണ്ട്, മെഷീനും വൈറ്റ് ആയതുകൊണ്ട് കണ്ടുകൂടാ. ഇവിടെ 3 ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഫ്രണ്ട് പീസിൽ 2ആയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക.
എന്നിട്ട് സെൻറ്റർ അവിടെയും ഒരു പോയിൻ്റ്, ചെറുതായിട്ടൊരു പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് തുണീനി ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സെൻറ്ററിലുള്ള ഈ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ്ടോ ഇവിടെ അല്ലേ, ഇത് വെച്ച് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിൽ തുടങ്ങിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കെട്ടിട്ടൊന്ന് ഇറക്കി എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. കെട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ നൂത്തെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ മടക്കിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മടക്കിയടിച്ച ഈ സൈഡിൽ ഈ അറ്റത്തായിട്ട് ഈ പാർട്ട് ഇതുപോലെ വെച്ച് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കെട്ടിട്ടാണ് ഒന്ന് ജോയിൻ ചെയ്യണേ. കെട്ടിട്ടോണേ ഫസ്റ്റ് തുടങ്ങുമ്പോൾ എന്തായാലും ഒരു കെട്ടിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ ഇറക്കുമ്പോഴും ഒന്ന് ഇത് സ്റ്റിച്ച് ഒന്ന് ലോക്ക് ചെയ്തേ ഇറക്കാവേ. ഇനി നമുക്ക് ഈ സൈഡ് അതുപോലെ ഈ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്യാം. ഈ നെക്ക് ചെയ്യാൻ വേണ്ടി, ഈ പാറ്റേൺ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. കണ്ടോ, ഈ നെക്ക് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രം മതി. നമുക്ക് ഈ സൈഡ് ഇപ്പം ഞാൻ വീഡിയോ കൂടെ പിടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സമയമെങ്കിലും വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ തിരിച്ചങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരേ ഇതിലങ്ങ് കിട്ടിക്കോളും. എന്നിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ച് വിട്ടതിന് ശേഷം കണ്ടോ, ഈ തയ്യൽ തുമ്പ് മേളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ ഇടയ്ക്ക് സ്പേസ് വന്നെങ്കിലും സൂം ചെയ്ത് കാണിച്ചോ, ഇടയ്ക്ക് ആ സ്പേസ് വന്നെങ്കിലും നമുക്ക് എന്താണ്, ഇവിടെ ആം ഹോൾ എടുത്ത് സ്പേസ് വരും. അവിടെയൊക്കെ നമുക്ക് ഈ ഒന്ന് ഫോൾഡായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അവിടെയെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് പോകാൻ പറ്റും. കണ്ടോ, സ്റ്റിച്ച് വരുമ്പോൾ നല്ല ഫിനിഷിങ് ആയിട്ട് വരും. ഇങ്ങനെ വലിച്ച് പിടിച്ച് വെച്ച് ചെയ്യരുത്. ആ സ്റ്റിച്ചിലൂടെ തന്നെ കൊടുത്താൽ മതി.
ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കി. നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്ക് തിരിച്ച് ഇനി നമ്മൾ ഹൂക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൂടെ നമ്മൾ ഒരു ഹൂക്ക് കൊടുത്ത് താഴോട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. എത്ര പെട്ടെന്നാണ് ഹാർട്ട് നെക്ക് ബ്ലൗസ് ചെയ്തതെന്ന് നോക്കിയേ. ഇതാകണ്ടോ. അപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. ഇനി ഇതുപോലത്തെ വീഡിയോകളൊക്കെ വരുന്നതാണ്. അപ്പം നമുക്ക് ഈ ബ്ലൗസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, കട്ട് ചെയ്യുന്നതിലോ സ്റ്റിച്ച് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുകയോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഹാർട്ട് നെക്ക് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് അതാണ് വന്നിരിക്കുന്നത്. നെക്കൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകം നമ്മൾ നോക്കുന്നത് കാണിച്ചു തരാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആം ഹോളൊക്കെ വരുന്നിടമൊക്കെ കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ ഹൂക്ക് കൂടെ ഒന്ന് വെക്കണം. അത് കഴിയുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കരുത്, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് എക്സലൻറ്റ് ഫാഷൻ.